ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ആൻഡ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനെ പറ്റിയാണ്. ഓക്കെ, ഫൗണ്ടേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷനിലേക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫൗണ്ടേഷനെ മെയിനായിട്ട് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഷാലോ ഫൗണ്ടേഷൻ. ഏതാണ്? ഷാലോ ഫൗണ്ടേഷൻ ഉണ്ട്. ആൻഡ് അതർ വൺ ഈസ് ദ ഡീപ്പ് ഫൗണ്ടേഷൻ. ഏതാണ്? ഡീപ്പ് ഫൗണ്ടേഷൻ. സോ ഈ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, ഷാലോ ഫൗണ്ടേഷനിലാണെങ്കിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ഡെപ്ത് എന്ന് പറയുന്നത് മോർ ദാൻ ദ വിഡ്ത്ത്. അതിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് നമ്മുടെ ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ്. നമുക്കിതിനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ലോഡ്, എന്താണ് നേച്ചർ ഓഫ് ലോഡ് ആൻഡ് ടൈപ്പ് ഓഫ് സപ്പോർട്ടിങ് സോയിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമുക്ക് 3 എണ്ണമാണ് ഉള്ളത്. 3 എണ്ണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ നമുക്ക് 3 എണ്ണമായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് സ്പ്രെഡ് ഫൂട്ടിങ്. എന്താണ്? സ്പ്രെഡ് ഫൂട്ടിങ്. ആൻഡ് അതർ വൺ ഈസ് പൈൽ ഫൗണ്ടേഷൻ. ആൻഡ് തേർഡ് വൺ പിയർ ഫൗണ്ടേഷൻ. ഓക്കെ, ഇതിൽ ഈ സ്പ്രെഡ് ഫൂട്ടിങ് എന്നായിട്ട് കംസ് അണ്ടർ ഷാലോ ഫൗണ്ടേഷൻ. ആൻഡ് പൈൽ ഫൗണ്ടേഷൻ ആൻഡ് പിയർ ഫൗണ്ടേഷൻ കംസ് അണ്ടർ ഡീപ്പ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇനി വിഡ്ത്ത് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഒരു ഷാലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ വിഡ്ത്ത് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് പെർ മീറ്റർ ലെങ്ത് ഓഫ് വോൾ ഡിവൈഡഡ് ബൈ അലൗബിൾ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഇതാണ് ഷാലോ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി വിഡ്ത്ത് ഓഫ് പിയർ ഫൗണ്ടേഷൻ, പിയർ അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് ജനറലായിട്ട് വേണമെങ്കിൽ പറയാം. വിഡ്ത്ത് ഓഫ് പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ലോഡ് ഇൻ പിയർ, പിയറിൽ എന്തുമാത്രം ലോഡുണ്ട് ഡിവൈഡഡ് ബൈ എന്താണ് അലോബിൾ ബിയറിംഗ് കപ്പാസിറ്റി ദ ഹോൾ റേസ് ടു 1/2. ഇനി ഇതെന്ന് പറഞ്ഞാൽ വിഡ്ത്താണ് പറഞ്ഞത്. ഇനി ഡെപ്ത് കണ്ടുപിടിക്കാം. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇറ്റ് ഈസ് ഫ്രം റാങ്കൈൻസ് ഫോർമുല. റാങ്കൈൻസ് ഫോർമുല വെച്ചിട്ട് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? ഫോർ ലൂസ് സോയിൽ. ഓക്കെ, ലൂസ് സോയിലിൻ്റെ കേസാണ് കേട്ടോ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ ലൂസ് സോയിൽ എന്ന് പറയുന്നത് ഡെപ്ത് ഈസ് ഈക്വൽ ടു പി ബൈ ഒമേഗ 1 + sin phi ഡിവൈഡഡ് ബൈ 1 - sin phi ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോറി തിരിഞ്ഞാണ്. 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi ദ ഹോൾ സ്ക്വയർ. അതിൽ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. എന്താണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ. അതിൽ ഒമേഗ എന്ന് പറയുന്നത് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസ് ഓഫ് സോയിലാണ്. ഫൈയുടെ വാല്യൂസ് ഇനി ക്ലേക്കാണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 to 20 ഡിഗ്രി വരെ വേരി ചെയ്യും. ഇനി സാൻഡിനാണെങ്കിൽ ഫൈയുടെ വാല്യൂ, അതായത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് 25 to 30 ഡിഗ്രി. ആൻഡ് ഫൈനലി ഗ്രാവലിനാണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 35 to 45 ഡിഗ്രി. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷനെ പറ്റി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാ സ്പ്രെഡ് ഫൂട്ടിംഗ് ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്, അല്ലെങ്കിൽ സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് സ്പ്രെഡ് ഫൗണ്ടേഷൻ. ഓക്കെ, എന്താണ് സ്പ്രെഡ് ഫൗണ്ടേഷൻ? അപ്പോൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഫൗണ്ടേഷൻ ഒരു ടൈപ്പാണ് ഇൻ വിച്ച് ദ ലോഡ് സ്പ്രെഡ് ഓവർ എ ലാർജ് ഏരിയ. ലോഡെന്ന് പറയുന്നത് ഒരു ലാർജ് ഏരിയയിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. Thus, intensity of load transmitted to the soil is
ലെസ് ദാൻ ഇറ്റ്സ് അലോബിൾ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ഒരു വലിയ ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ലോഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് അതായത് ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്നും സോയിലിലേക്ക് വരുന്ന ലോഡെന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും ദാൻ ദ അലോബിൾ ബിയറിംഗ് കപ്പാസിറ്റി. ഈ സ്പ്രെഡ് ഫൗണ്ടേഷനകത്ത് വീണ്ടും ഒരു 9 ടൈപ്സ് ഉണ്ട്. അല്ല ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സ്പ്രെഡ് ഫൂട്ടിങ്ങിനകത്ത് വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാൾ ഫൂട്ടിങ്. ഓക്കെ, എന്താണ്? വാൾ ഫൂട്ടിങ്. സ്പ്രെഡ് ഫൂട്ടിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാൾ ഫൂട്ടിങ് ആണ്. അതായത് നമ്മൾ വോളിൻ്റെയൊക്കെ നമ്മുടെ വോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വോളിൻ്റെയൊക്കെ അടിയിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിങ് ആണെന്ന് പറയുന്നത് വാൾ ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് സിമ്പിൾ ഫൂട്ടിങ് ഉണ്ടാവും. ഓക്കെ, വാൾ ഫൂട്ടിങ്ങിൻ്റെ പിക്ചർ വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ, അതായത് വോള് ഇങ്ങനെ പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വോളാണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ വോളിന് ഇവിടെ ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫൂട്ടിങ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരുന്നതാണെന്ന് പറയുന്നത് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ വാൾ ഫൂട്ടിംഗ്. ഇവിടെ കോൺക്രീറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഹാച്ച് ചെയ്തതേ ഉള്ളൂ. കോൺക്രീറ്റ് ഫൂട്ടിംഗ് തന്നെയാണ് വരുന്നത്. ഈ നമുക്ക് ഇത് ഒന്നുകിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഫൂട്ടിംഗ് നമുക്ക് കൊടുക്കാം വോളിന്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്ഡ് ഫൂട്ടിങ് നമുക്ക് കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങോ അല്ലെങ്കിൽ സിമ്പിൾ ഫൂട്ടിങ്ങോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലൈറ്റ് ലോഡ് ആണെങ്കിൽ സിമ്പിൾ ഫൂട്ടിംഗ് ആണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ ഫൂട്ടിങ്. സിമ്പിൾ ഫൂട്ടിംഗ് ആണ്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ലോഡ് ആണെങ്കിൽ. എന്താണ്? ലൈറ്റ് ലോഡ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ഫൂട്ടിങ് യൂസ് ചെയ്യാം. വിച്ച് ഈസ് ഹാവിങ് ഓൺലി 1 ഫൗണ്ടേഷൻ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എത്ര ഫൗണ്ടേഷൻ ബ്ലോക്ക് ഉണ്ട്? ഒരു ഫൗണ്ടേഷൻ ബ്ലോക്കേ ഉള്ളൂ. ഇനി ഫോർ സിമ്പിൾ ഫൂട്ടിംഗ് ബേസ് വിഡ്ത്ത് ഈസ് 2 times ദ വാൾ തിക്നെസ്. അപ്പോൾ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് വാളിൻ്റെ തിക്നെസ് എത്രയാണോ അതിൻ്റെ 2 times ആണ്. സോ 2b. ഓക്കെ, അപ്പോൾ ഫോർ സിമ്പിൾ ഫൂട്ടിംഗ് ദ ബേസ് വിഡ്ത്ത് ഈസ് 2 times ദ വാൾ തിക്നെസ്. വാളിൻ്റെ തിക്നെസ്സിനേക്കാളും 2 times ആണ്. അതായത് വാൾ തിക്നെസ് എന്ന് പറയുന്നത് b ആണെന്നുണ്ടെങ്കിൽ താഴെ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2b ആണ്. ഓക്കെ, ഇനി ഹെവി ലോഡ് വരുവാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് നമ്മുടെ സ്പ്രെഡ് ഫൗണ്ടേഷനകത്ത് തന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്. ഏതാണ്? ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ഐസൊലേറ്റഡ് കോളംസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കോളം. ഇതെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് കോളമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് എന്താ ഒന്നുകിൽ സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ലോപ്ഡ് ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഇങ്ങനെ വന്നിട്ട് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ സ്ലോപ്പായിട്ട് കൊടുത്ത് ഇങ്ങനെ വരുന്ന ഫൂട്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് പ്രൊവൈഡഡ് വെൻ കോളം കയറി ഹെവി ലോഡ്. ഓക്കെ, ഇതിലോട്ട് ഹെവി ലോഡാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? RCC ഫൂട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് വരുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്താണ്? ഒരു കോമൺ ഫൂട്ടിംഗ് ആണ്. കൺസ്ട്രക്റ്റഡ് ഫോർ 2 or more column is known as combined footing. ഓക്കെ, അതായത് ഇവിടെ ഒരു കോളം ഉണ്ട് ആൻഡ് ഹിയർ ഈസ് അനദർ കോളം. ഈ 2 അതിലധികമോ കോളത്തിനെ നമുക്ക് എന്താണ് ഒരുമിച്ച് ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, എ കോമൺ ഫൂട്ടിംഗ് കൺസ്ട്രക്റ്റഡ് ഫോർ 2 or more columns. ഇനി ഇത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതെവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത്, അതായത് ഇവിടെ ഒരു കോളം ഉണ്ട്, ഇവിടെ ഒരു കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫൗണ്ടേഷൻ ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓഫ് ഇൻഡിവിജ്വൽ കോളം ഓവർലാപ്സ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ ബൗണ്ടറി ലൈൻ. ആ എക്സ്റ്റേണൽ കോളം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ.
എവിടെ ഈ ഒരു ബൗണ്ടറിയിലോട് ചേർന്നിരിക്കുന്ന എക്സ്റ്റേണൽ കോളം ആണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കമ്പൈൻഡ് ഫൂട്ടിങ് നമുക്ക് യൂസ് ചെയ്യാം. ഈ കമ്പൈൻഡ് ഫൂട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്സ്, അതായത് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ വരച്ചാൽ നമ്മൾ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. അതായത് ഫൂട്ടിങ് എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്, ഈ 2 കോളം ഉണ്ട് അല്ലേ. അതേപോലെ നമുക്ക് ഇത് പ്ലാനിൽ നോക്കുമ്പോൾ ഒന്നുകിൽ റെക്ടാങ്കിൾ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രപ്പിസോഡൽ ഷേപ്പും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഷേപ്പ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിങ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ്, ഇനി ഇത് നമ്മൾ പറഞ്ഞു ഷേപ്പ് ഏത് വേണമെങ്കിൽ എടുക്കാം, ട്രപ്പിസോയിഡ് എടുക്കാം, റെക്ടാങ്കിൾ എടുക്കാം. ഏതെടുക്കണം എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എടുക്കുന്നത്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫൂട്ടിങ്. ഈ ഒരു ഫൂട്ടിങ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വയ്ക്കുക. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലൈൻ. ഫൂട്ടിങ് ഈസ് ഇൻ ദ സെയിം വെർട്ടിക്കൽ ലൈൻ ആസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ്. അപ്പോൾ ഇവിടെ ഒരു ലോഡ് വരും, ഇവിടെ ഒരു ലോഡ് വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സോ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പൈൻഡ് ഫൂട്ടിങ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫൂട്ടിങ് എന്താണ്, ഈസ് ഇൻ ദ സെയിം വെർട്ടിക്കൽ ലൈൻ ആസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ലോഡ്. ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ കൂടിയാണ് പാസ് ചെയ്യുന്നത്, അതുപോലെ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതേ ലൈനിൽ കൂടിയായിരിക്കണം പാസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഈ കമ്പൈൻഡ് ഫൂട്ടിങ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് കാന്റിലിവർ ഫൂട്ടിങ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്പ്രെഡ് ഫൗണ്ടേഷനിൽ മൂന്നെണ്ണം പറഞ്ഞു നമ്മൾ. നാലാമത്തെന്ന് പറയുന്നത് എന്താണ്, കാന്റിലിവർ ഫൂട്ടിംഗ് ആണ്. ആ പേര് തന്നെ ഉണ്ട് കാന്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കോളത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൂട്ടിംഗ് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഫൂട്ടിംഗ് തന്നെയാണ്. ഓക്കെ, ഇതിന് താഴെയായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഫൂട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ചിലപ്പോൾ ലാൻഡിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറെ ബിൽഡിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡിങ് കണ്ടീഷൻ വരും. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരേ ലൈനിൽ കൂടെ ആയിരിക്കണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 കോളം ഉണ്ട്. ഈ കോളത്തിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു കാന്റിലിവർ ബീം. ഓക്കെ, ഹിയർ കോളംസ് ആർ കണക്റ്റഡ് ബൈ എ സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ബീം. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാപ്പ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാന്റിലിവർ ബീം. ഓക്കെ, ഇങ്ങനെ ആദ്യം കണക്ട് ചെയ്യും. എന്നിട്ട് ദ ലോഡ് ഫ്രം ദ എക്സ്റ്റീരിയർ കോളം ഈസ് ബാലൻസ്ഡ് ബൈ ലോഡ് ഓഫ് ഇൻറ്റീരിയർ കോളം. ഓക്കെ, ഇവിടെ ഒരു കോളം ഉണ്ട്, ഇവിടെ ഒരു കോളം ഉണ്ട്. സോ ഒരു ഇതിലുള്ള പോലെ ഫൽക്രം പോലെ ആക്ട് ചെയ്യും. സോ ഈ ലോഡെന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഇതിന് താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കാന്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തതിന് ഉള്ളതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ആണ്. ഇതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള RCC സ്ലാബ് ആക്ട്സ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ 2 or more കോളം. ഓക്കെ, 2 or അതിലധികമോ കോളംസ് ഉണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ RCC സ്ലാബാണ് എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. എന്താണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആൻഡ് എർത്ത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഡിഫറൻഷ്യൽ ഫൂട്ടിംഗ് ആൻഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആൻഡ് എർത്ത്. ഇനി ആറാമതൊന്നുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. ഓക്കെ, ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരും, നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിയർ അല്ലെങ്കിൽ കോളം ആണെന്ന് വയ്ക്കുക, പിയറാണ്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഇൻവെർട്ടഡ് ആർച്ച് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെർട്ടഡ് ആർച്ച്. ഈ കാണുന്ന ഈ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫൗണ്ടേഷനാണ്. ഇത് രണ്ടും പിയറാണ്. സോ ഇൻവെർട്ടഡ് ആർച്ച് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇൻവെർട്ടഡ് ആർച്ചസ് എന്താണ്, ഇൻവെർട്ടഡ് ആർച്ചസ് ആർ കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 walls at the base. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിൽ ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, സോയിലിന് ലോ ബിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ നമുക്ക് ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെൻ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ടു ബി കെപ്റ്റ് ബിലോ. ഓക്കെ, ഈ ഫൗണ്ടേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ദ ലോഡ് വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ സോയിൽ ത്രൂ ദീസ് ആർച്ചേഴ്സ്
ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ വൈഡർ ഏരിയ. ഓക്കെ, ഈ ആർച്ചസ് വഴിയാണ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, വൈഡർ ഏരിയയിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹെൻസ് സോയിൽ ക്യാൻ ബിയർ ദ പ്രഷർ സേഫ്ലി. ഓക്കെ, ഇനി ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്യൂട്ടബിൾ ഫോർ ബ്രിഡ്ജസ്. എവിടെയാണ്? ബ്രിഡ്ജസ്, റിസർവോയേഴ്സ്, ഇവിടെയൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അടുത്ത 7ാമത് വരുന്നത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. എന്താണ്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പോൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹെവി ലോഡ്സ്, സ്റ്റീൽ കോളത്തിൽ നിന്നുമുള്ള ഒരു സ്റ്റീൽ കോളം ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റീൽ കോളമാണ്. ഓക്കെ, ഈ ഒരു സ്റ്റീൽ കോളത്തിൽ നിന്നും എനിക്ക് സോയിലിലേക്ക് എന്ത് ചെയ്യണം? സോയിലിലേക്ക് ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യണം. എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യണം? ഹെവി ലോഡ്. ഓക്കെ, ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതേപോലെ സോയിൽ ഹാവിങ് ലോ ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, സോയിലിന് ലോ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. അപ്പോൾ ഹെവി ലോഡും എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം ഫ്രം എ സ്റ്റീൽ കോളം ടു സോയിൽ. ദെൻ വി ഗോ ഫോർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഇവിടെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈസ് ലിമിറ്റഡ് ടു 1 to 1.5 മീറ്റർ. ഓക്കെ, ഇവിടെ ഗ്രില്ലേജ് ഫൗണ്ടേഷനിലെ ഡെപ്ത് എത്രയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? 1 to 1.5 മീറ്റർ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. എന്താണ്? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ സിംഗിൾ ഓർ ഡബിൾ ടയർ. നമ്മൾ സിംഗിൾ ടയറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഡബിൾ ടയറിൽ വയ്ക്കാം. ഓക്കെ, ഇനി ഇതിന് തമ്മിലുള്ള ഡബിൾ ടയറിലാണെങ്കിൽ ഡബിൾ ടയർ must be arranged perpendicular to upper tier. ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്നത്, ഡബിൾ ടയറിലെ സ്പേസിങ് എത്രയാണ്? ഓഫ് എന്താണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് 1.5 to 2 times the width of flange or 30 centimeter. ഓക്കെ, ഇത് നോക്കിക്കൊള്ളണം. റോൾഡ് സ്റ്റീൽ ജോയിസിൽ നമ്മൾ ഡബിൾ ടയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ടയറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ലോവർ ടയർ വയ്ക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിങ് എത്രയാണ്? 1.5 to 2 times the width of flange, അല്ലെങ്കിൽ 30 centimeter ആണ് നമ്മൾ സാധാരണ സ്പേസിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസ്ഫുൾ ഫോർ സ്ട്രക്ചേഴ്സ് ഹാവിങ് കോൺസെൻട്രേറ്റഡ് ലോഡ്. ഓക്കെ, അതായത് കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് അതായത് തിയേറ്റേഴ്സ്. എവിടെയാണ്? തിയേറ്റേഴ്സ്, ദെൻ ടൗൺ ഹാൾസ്, ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, റാഫ്റ്റ് അഥവാ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് വെൻ ദ സോയിൽ ഈസ് സോഫ്റ്റ് ക്ലേ ഓർ മെയ്ഡ് അപ്പ് ലാൻഡ് ഓർ മാർഷി ലാൻഡ് ഒക്കെയാണ് നമ്മൾ സോയിൽ വരുന്നത്. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിനെല്ലാം ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അവിടെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് തിക്ക് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബും ഉണ്ട്. അതിൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ 2 direction കവറിംഗ് ദ എൻ്റയർ ഫൗണ്ടേഷൻ ഏരിയ. For preventing the problem of differential settlement where there is possibility of earthquake, this foundation is suitable. അപ്പോൾ ഇതും എന്താണ്? റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റും എർത്തിക്വേക്കിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി റാഫ്റ്റ് ഫൗണ്ടേഷനെ നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഫ്ലാറ്റ് ഫൗണ്ടേഷൻ. എന്താണ്? ഫ്ലാറ്റ് ഫൗണ്ടേഷൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. വെൻ ദ ലോഡ് ട്രാൻസ്ഫർ ടു ദ ഫൗണ്ടേഷൻ ഈസ് എക്സസീവ്, ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ് എക്സസീവ് ആണെങ്കിൽ നമ്മൾ തിക്കറായിട്ടുള്ള കോൺക്രീറ്റ് ബീംസ് ആയിരിക്കും യൂസ്ഡ് ടു കണക്ട് ദ കോളംസ് ഫോർ ബെറ്റർ റിജിഡിറ്റി ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ക്ലേയോ അല്ലെങ്കിൽ മാർഷി ലാൻഡിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോ ബിയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞത്? തിക്കായിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് നമ്മൾ യൂസ് ചെയ്യും. വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെന്ത് ചെയ്യും? എൻ്റെ ഫൗണ്ടേഷൻ ഏരിയയും കവർ ചെയ്യും. ഓക്കെ, അത്രയും മതി. ഇനി അടുത്ത് വരുന്നത് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ. അടുത്തെന്താണ്? ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ.
സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ഗ്രൗണ്ട് ഈസ് സ്ലോപ്പിംഗ്. ഓക്കെ, ഗ്രൗണ്ട് എന്ന് പറയുന്നതാ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രൗണ്ടാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ ടു പ്രൊവൈഡ് ഫൗണ്ടേഷൻ അറ്റ് ദ സെയിം ലെവൽ. ആണല്ലോ, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? സെയിം ലെവലിൽ നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആണല്ലോ, കുറേ ഭാഗമൊക്കെ പുറത്ത് നിൽക്കും, അല്ലെങ്കിൽ കുറേ ഡിഗ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻ സച്ച് കേസസ് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാം. സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ്, ദെൻ അടുത്ത സ്റ്റെപ്പ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓവർലാപ്പ് ബിറ്റ്വീൻ 2 layers ഓഫ് ഫൗണ്ടേഷൻ സ്ലാബ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് സ്ലാബ്. എന്താണ് ഈ ഒരു ഓവർലാപ്പ് എന്ന് പറയുന്നത്? എന്തായിരിക്കണം? ഓവർലാപ്പ്, ഈ ഇത്രയും ഭാഗമാണ് ഇവിടുത്തെ ഓവർലാപ്പ്, ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് സ്ലാബ്. ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഡെപ്തിനേക്കാളും ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. Okay, the minimum depth of foundation slab is 80 centimeter below the ground surface. Okay, minimum depth of foundation slab, അതായത് ഈ ഒരു ഡെപ്ത്. ഓക്കെ, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ സ്ലാബ് എന്ന് പറയുന്നത് ഈസ് 80 സെൻറ്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് സർഫസ്. ഗ്രൗണ്ട് സർഫസ് എന്ന് പറയുന്നതല്ലേ, അതിനേക്കാളും 80 സെൻറ്റിമീറ്റർ എങ്കിലും താഴെ ആയിരിക്കണം ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്ലാബിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തുമായിരുന്നു? സ്പ്രെഡ് ഫൗണ്ടേഷനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.